നടത്തുന്ന ഏറ്റവും വലിയ സമ്മേളനങ്ങളിൽ ഒന്നാണ് കോർപ്പറേറ്റ് അധ്യാപക അനധ്യാപക കൂടിവരവ്. അവിടെ ഗംഭീരമായ സദസ്സാണ്. അറിവുള്ളവരുടെ മാത്രം ഒരു കൂടിവരവാണിത്. വളരെ ഊഷ്മളത നിങ്ങളുടെ ഒന്നിച്ച് ചേരലിലുണ്ട്. ഏതാനും മണിക്കൂർ നിങ്ങളിവിടെ നമ്മളുടെ ഈ പൊതു ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് രൂപതയോടുള്ള ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കൂടെ ഒരു അടയാളമായിട്ട് ഞാൻ കരുതുകയാണ്. അധ്യാപകർ വലിയൊരു ശക്തിയാണ്. നിങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും ആണ് ഈ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു റിവേഴ്സ് ഓർഡറിലാണ്. കുട്ടികളെ ഇരുത്തി നിങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ എന്നും ഇത് നിങ്ങളെ ഇരുത്തി ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു റിവേഴ്സ് ഓർഡറാണ്. വല്ലപ്പോഴുമെങ്കിലും ഈ റിവേഴ്സ് ഓർഡർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. കേൾവി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേൾവി വഴിയാണ് നമ്മൾ കൂടുതൽ മൂല്യങ്ങളും അതുവഴി ഉത്തരവാദിത്വങ്ങളും എല്ലാം സ്വന്തമാക്കി ഉൾക്കൊള്ളുന്നതും. ബിൽ ഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞു, അധ്യാപകൻ എന്നും വിദ്യാർത്ഥിയായിരിക്കണം. അധ്യാപകൻ എന്നും വിദ്യാർത്ഥിയായിരിക്കണം. പഠിച്ചുകൊണ്ടിരിക്കണം, കേട്ടുകൊണ്ടിരിക്കണം, വായിച്ചുകൊണ്ടിരിക്കണം, യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ജോൺ ബന്യൻ്റെ പ്രസിദ്ധമായ പുസ്തകം പിൽഗ്രിംസ് പ്രോഗ്രസ്. പിൽഗ്രിംസായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രോഗ്രസ് ഉണ്ടാകുന്നത്. പിൽഗ്രിംസ് പ്രോഗ്രസ്. നമ്മൾ നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുകയാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളുടെ കല്ലറകളിലേക്കും വിശുദ്ധന്മാരുടെ തുമ്പുകളിലേക്കും നമ്മളുടെ പിതാവായ തോമാസ് ശ്ലീഹായുടെ പുണ്യ ഖബറിലേക്കുമൊക്കെ നമ്മൾ തീർത്ഥാടകരായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴെല്ലാം നമ്മൾ കൂടുതൽ അതിൽ നിന്ന് പഠിക്കുന്നുണ്ട്. സുഭാഷിതം 18:13 ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് പോഷത്തരവും മര്യാദകേടുമാണ്. ബുദ്ധിമാൻ അറിവ് തേടുന്നു, വിവേകി ജ്ഞാനത്തിനു വേണ്ടി കാതോർക്കുന്നു. വിവേകമില്ലെങ്കിൽ വിജ്ഞാനമില്ല. പഠിപ്പിക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു തിരുവചനമാണിത്. ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നവൻ അല്ലെങ്കിൽ പറയുന്നത് പോഷത്തരവും മര്യാദകേടുമാണ്. പല സാറന്മാരും പല അച്ഛന്മാരും അങ്ങനെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തീരുന്നതിന് മുമ്പ് ഉത്തരം പറഞ്ഞു തുടങ്ങി. യഥാർത്ഥ പ്രശ്നത്തെ കേൾക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ്. എന്താണ് ആ ചോദ്യത്തിലൂടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം എന്ന് നമുക്ക് കേൾക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടും മനസ്സില്ലാത്തതുകൊണ്ടും നമ്മൾ നമ്മളെ തന്നെ മാറ്റി കളയുകയാണ്. അതുകൊണ്ട് കുട്ടികളെ ചോദിപ്പിക്കാനായിട്ട് പഠിപ്പിക്കണം. ചോദ്യം മുഴുവൻ നിങ്ങൾ കേൾക്കണം. നല്ല ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് നല്ല അധ്യാപകർ ജനിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. വാഷിങ്ടൺ പോസ്റ്റ് ഏറ്റവും വലിയൊരു പത്രമാണ്. ആ പത്രത്തിൽ ഫ്രാൻസിസ് പരിശുദ്ധ പിതാവിനെ കുറിച്ച്
ഒരു നിരീക്ഷണം ഒരിക്കലുണ്ടായിരുന്നു. ഫ്രാൻസിസ് പരിശുദ്ധ പിതാവ് ഈശോയെപ്പോലെ ആണ്, ഈശോയെപ്പോലെ സംസാരിക്കുന്നു, ഈശോയെപ്പോലെ നടക്കുന്നു, ഈശോയെപ്പോലെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതായിരുന്നു അവരുടെ ക്യാപ്ഷൻ. പരിശുദ്ധ പിതാവിനെ ഇഷ്ടപ്പെടാനായിട്ട് അവർ കണ്ടെത്തിയ മാർഗം അതാണ്. ഈശോയെപ്പോലെ നടക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് ലോകത്തിന് വലിയൊരു അട്രാക്ഷൻ പരിശുദ്ധ പിതാവിനോടുണ്ട് എന്ന്. നമ്മുടെ വാക്കുകൾ വഴിയുള്ള അട്രാക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആണ് ഈ രൂപതയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. എത്രയോ മണിക്കൂറുകൾ ഓരോ ദിവസവും നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ മൂല്യാധിഷ്ഠിതവും വിജ്ഞാനപ്രദവും ആയിരിക്കാൻ വേണ്ടി ഓരോ ദിവസവും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് കുട്ടികളിൽ പരിവർത്തനം ഉളവാക്കുന്നത്, അവർക്കതുകൊണ്ട് കൂടുതൽ മേന്മയുണ്ടാകുന്നത്. 2 രാജാക്കന്മാർ 22:14 മുതലുള്ള വചനങ്ങളിൽ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ജെറൂസലം ദേവാലയത്തെക്കുറിച്ചുള്ള കാര്യമാണ്. അവിടെ വലിയ കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തി ദൈവവചനത്തിൻ്റെ റിട്ടനായിട്ടുള്ള പഴയ ദൈവത്തിൻ്റെ ഭാഗങ്ങളാണ്. അത് വലിയ പണ്ഡിതന്മാർ, യഹൂദ സമുദായത്തിലെ വൈദികരായിട്ടുള്ള ആളുകൾ, വേദപുസ്തകം എഴുതുന്ന സ്ക്രൈബ്സ് ആയിട്ടുള്ള ആളുകൾ, സ്ക്രീബര് എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ്. വേദപുസ്തകത്തിൻ്റെ കോപ്പികൾ എഴുതി കൊടുക്കുന്നവരായിരുന്നു സ്ക്രൈബ്സ് എന്ന വിഭാഗം. അവരെ കൊണ്ടെല്ലാം അത് വായിച്ച് പരസ്പരം ചർച്ച ചെയ്തിട്ട് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായെങ്കിലും അത് നൽകുന്ന സന്ദേശം അവർക്ക് പിടികിട്ടില്ല. അപ്പോൾ രാജാവ് ഈ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഹുൽദ എന്ന് പറയപ്പെടുന്ന പ്രവാചകിയായ ആ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുക, അവൾ ഈ തിരുവചനത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നൊന്ന് പഠിക്കുക. ഇവരങ്ങനെ ചെന്നു. ഈ പുരുഷന്മാർ, പുരോഹിതന്മാർ, വേദപണ്ഡിതന്മാരെല്ലാം ഹുൽദ എന്ന സ്ത്രീയുടെ പക്കൽ ചെന്ന് അവൾ അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തു. ഇത് മനഃശാന്തരപ്പെടാനുള്ള ആഹ്വാനമാണ്, രാജാവിന് തയ്യാറാണ്, മനഃശാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും, അതിനുള്ള തിരുവചനമാണെന്ന് പറയുകയും അവർ തിരിച്ചു വന്ന് രാജാവിനോട് ആ കാര്യം പറയുന്നതുമാണ് ഈ 2 കിങ്സ് 22-ാം അധ്യായത്തിലെ 14 മുതലുള്ള തിരുവചനം. ഈ ഹുൽദ എന്ന സ്ത്രീയെക്കുറിച്ച് ഞാനിവിടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഓർത്തത്, നമ്മുടെ കോർപ്പറേറ്റിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അധ്യാപകരിൽ വലിയൊരു പങ്ക് സ്ത്രീകളാണ്. ഈ വേദപുസ്തകം പറയുന്നത് ആണുങ്ങൾക്ക് മനസ്സിലാകാത്തത് ഈ സ്ത്രീകളോട് ചോദിച്ചാൽ മതി, അവർ നല്ല വ്യാഖ്യാനം പറഞ്ഞു തരും. ഹുൽദയെ പോലെയുള്ള സ്ത്രീകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, നിങ്ങളുടെ മാത്തമാറ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ മോറലായിട്ടുള്ള കൺസേൺസ് ഒക്കെ ഒരുപാട് പണ്ഡിതന്മാരുടെ മനസ്സുകൾ തുറക്കാൻ കാരണമാണ്. യഹൂദ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ നോക്കിയിട്ട് മനസ്സിലാകാതിരുന്ന കാര്യമാണ് വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ ആ തിരുവചനം വ്യാഖ്യാനിച്ച് അവർക്ക് കൊടുത്തത്. അതുകൊണ്ട് ഈ കോർപ്പറേറ്റിൻ്റെ വളർച്ചയിൽ നിർണായകമായൊരു പങ്ക് വഹിക്കുന്ന ഒരു പറ്റം ടീച്ചേഴ്സ് ഇവിടെയുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ സാറന്മാർ വളരെ അധികം അറിവുള്ളവരാണ്, അധ്വാനിക്കുന്നവരാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് വാസ്തവത്തിൽ ഈ സമൂഹത്തിൻ്റെ വളർച്ചയുടെ അടിത്തട്ടിൽ ഉള്ളത്. അധ്യാപകർ
പുളിമാവാണ്. ഫെർമെന്റേഷൻ അല്ലെങ്കിൽ ഫെർമെന്റിങ് നടത്തുന്നത് നിങ്ങളാണ്. വേദപുസ്തകത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു വിജ്ഞാനവും നിങ്ങൾ പകർന്നു കൊടുക്കണം. അത് സയൻസ് ആകട്ടെ, ആർട്സ് വിഷയമാകട്ടെ, ഫിസിക്കൽ എക്സർസൈസിനോട് ബന്ധപ്പെട്ടതാകട്ടെ, ചരിത്രമാകട്ടെ, പോളിറ്റിക്സ് ആകട്ടെ, എന്താണെങ്കിലും നിങ്ങൾക്ക് ആ വിഷയത്തിലൂടെ ഈ സമൂഹത്തെ പുളിക്കുള്ളതാക്കുന്ന, ഫെർമെന്റ് ചെയ്യുന്ന ഘടകമായിട്ട് മാറാൻ കഴിയുമ്പോഴാണ് നിങ്ങൾ അധ്യാപകരാകുന്നത്. ഈശോ ഉപയോഗിച്ച ഏറ്റവും നല്ല വാക്കാണ് നിങ്ങൾ ഉപ്പാണ്, സാൾട്ട്. ഉപ്പിൻ്റെ പ്രാധാന്യം എന്തിനെയാണോ പ്രിസർവ് ചെയ്യേണ്ടത് അതിനെ പ്രിസർവ് ചെയ്യാനുള്ളതാണ്. ടു പ്രിസർവ് ദ ബെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. അത് മൂല്യങ്ങളാണ്, നല്ല ചിന്തകളാണ്, നല്ല വളർച്ചയാണ്. അതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുമ്പോഴാണ് ഒരു സമൂഹത്തിന് വളർച്ച ഉണ്ടാകുന്നത്. പലപ്പോഴും നമുക്ക് ഉപ്പ്, സാൾട്ട് ആകേണ്ടവർ ഷുഗറായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പഞ്ചസാര പല രോഗത്തിന് കാരണമാണ്. ഒരുപക്ഷെ നമ്മളങ്ങനെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാര്യം പറയാതെ മറ്റു വാക്കുകളിലൊക്കെ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനെയാണ് ഉപ്പ് ഷുഗറായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ വൈദികരും അധ്യാപകരും ഉപ്പായിട്ട് പ്രിസർവ് ചെയ്യേണ്ട മൂല്യത്തെ സംരക്ഷിക്കേണ്ടവർ അത് ശ്രദ്ധിക്കാതെ എന്തെങ്കിലും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒരു ഷുഗർ കോട്ടിങ് നൽകി പിന്മാറുമ്പോൾ സമൂഹം ബലഹീനമാവുകയാണ്. ഈശോ പുത്തൻ വീഞ്ഞിനെ കുറിച്ച് ന്യൂ ടെസ്റ്റമെന്റ് തന്നെയാണ്, ഈശോ തന്നെയാണ്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പലപ്പോഴും വിനാഗിരി, കൈപ്പുള്ള വിനാഗിരിയായിട്ട് മാറുകയാണ്. ടേസ്റ്റുള്ള വീഞ്ഞായിട്ട് നിൽക്കേണ്ട, ഈശോയെ പോലെ നിൽക്കേണ്ട ആളുകൾ വിനേഗറായിട്ട് മാറുമ്പോൾ, കൈപ്പായിട്ട് മാറുമ്പോൾ നമ്മുടെ സമൂഹം വളരുന്നില്ല. സൂര്യതേജസ്സോടുകൂടി നിൽക്കേണ്ടവർ, സൺലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടവർ ഡീം ലൈറ്റ് ആയിട്ട് മാറുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതെ തീരുമാനങ്ങൾ എടുക്കേണ്ട വഴികളിലൂടെ നടന്ന് ലോകത്തിന് പ്രകാശമാകേണ്ട ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ടെമ്പറൽ ഗുഡ്സ് ഇന്നെല്ലാവരും ഇരിക്കുന്നത് അതിൻ്റെ പുറകെ ഓടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടണം, പണം ഉണ്ടാക്കണം, വലിയ ആഡംബരമായ രീതിയിൽ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ചിന്തകളും നിലപാടുകളുമാണ്. നമ്മൾ മംഗളവാർത്ത കാലത്താണ് യോഹന്നാൻ മാംദാന നമുക്കൊരു മാതൃകയാണ്. വാക്കിലും വസ്ത്രത്തിലും ഭാഷണത്തിലും പോഷണത്തിലുമെല്ലാം ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായിരുന്നു. അവിടെ ഒരു വലിയ മൂല്യം അദ്ദേഹം കൺവേ ചെയ്യുകയാണ്. മംഗളവാർത്ത കാലത്ത് ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന വിലപിടിപ്പുള്ള വസ്ത്രം പോലും മാറ്റിവെച്ച് സാധാരണ ഒരു വസ്ത്രം, ഒരു മരത്തിൻ്റെ പോലെ
ഒരു പ്രബന്ധത്തിലൂടെ അതാണ് ഇരിക്കുന്നത്. സാധാരണ ഉപയോഗിക്കാവുന്ന കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് ജീവിച്ച ആ വ്യക്തിയാണ് മംഗള വാർത്തയിൽ പ്രധാനപ്പെട്ട ആളായിട്ട് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അവിടെ നൽകുന്ന വലിയൊരു അടിസ്ഥാനപരമായ ഒരു മൊറാലിറ്റി ഉണ്ട്. സലോമിയുടെ കൂട്ടത്തിൽ നൃത്തം കാണാനിരിക്കുന്നവർ യോഹന്നാന്റെ കൂട്ടത്തിൽ ജീവിക്കാം എന്ന് വിചാരിക്കുന്നു. അതാണ് മൊറാലിറ്റി. അതൊരു കട്ടിങ് ആയിട്ടുള്ള ഡിസിഷനാണ് ഇവിടെ പറയുന്നത്. അത് മംഗളവാർത്ത നമുക്ക് നൽകുന്ന ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് അതാണ്. അധ്യാപകർ സമൂഹത്തിന് കൊടുക്കുന്ന ചിന്തയും അത്തരത്തിലാണ്. ഭൗതികതയുടെ നേർക്കുള്ള ഓട്ടം നമ്മൾ കുറയ്ക്കണം. ടെമ്പറൽ ഗുഡ്സ് ആൻഡ് ബേർഡ്സ് പക്ഷികളെ പോലെയാണ്. നൗ സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഓഫ് ദ ട്രീ അറ്റ് എനി ടൈം ദേ ക്യാൻ ടേക്ക് വിങ്സ് ആൻഡ് ഫ്ലൈ അവേ. മരത്തിലിരിക്കുന്ന പക്ഷികളെ പോലെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ, നമ്മുടെ വലിയ ആഭാരങ്ങൾ നിറഞ്ഞ മന്ദിരങ്ങൾ. അറ്റ് എനി ടൈം ഈ പക്ഷികൾ they can take wings and fly away. അവര് ചിറകുകൾ ധരിച്ച് പറന്ന് നമ്മിൽ നിന്ന് അകലും. അത്തരം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ it simply wanders and squanders. ഒന്നും അത് പിടിച്ചു നിർത്തുന്നതല്ല. അധ്യാപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിലനിൽക്കുന്ന മൂല്യങ്ങൾ നൽകാനുള്ള അവർ വലിയ ശ്രദ്ധേയമായ റോളാണ്. അവിടെയാണ് എഡ്യൂക്കേഷൻ ഈസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ജനറേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇന്നത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജനറേഷൻസ്. തലമുറകളായിട്ട് ഈ ലോകത്ത് കിട്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ പഠിപ്പിക്കുന്നതും കുഞ്ഞുങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും. ഹിസ്റ്ററി ഈസ് ദ വർക്ക് ഓഫ് റിമെമ്പറിംഗ്. ചരിത്രം ഓർമ്മകളുടെ കൂമ്പാരമാണ്. വിതൗട്ട് മെമ്മറി there is no culture. Without memory there is no civilization. The future gestates in the present and the present is formed by the past. നമ്മൾ ജൂബിലികൾ ആഘോഷിക്കാറുണ്ട്. രൂപതയുടെ ജൂബിലിയാണ്, പ്ലാറ്റിനം ജൂബിലിയാണ്, സഭയുടെ മഹാജൂബിലിയാണ്. അവിടെയെല്ലാം നമ്മുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ സ്കൂള്, നമ്മുടെ സമുദായം, നമ്മുടെ വിശാല ലോകം ഒക്കെ നമുക്ക് തന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ശിശുരാവ് നിരന്തരമായിട്ട് അധ്യാപകർ വായിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. തരക്കടില്ലാത്ത രീതിയിൽ അധ്യാപകർ വായിക്കുന്നുണ്ട്, എങ്കിലും നല്ല പുതിയപടിയന്മാരും ഒക്കെ ഉണ്ട്. എനിക്ക് വലിയ എത്രയോ സാറന്മാരുടെ ഉണ്ട്. വായന നമ്മളൊരു ചലഞ്ചായിട്ട് എടുക്കേണ്ട കാര്യമാണ്. പരിശുദ്ധരാവ് പറയുന്ന കാര്യം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെക്കാൾ വളരെയേറെ നമ്മളിൽ ഒരിരുത്തം ഉണ്ടാക്കും നമ്മൾ നല്ല ഈടുറ്റ ഒരു ഗ്രന്ഥം വായിക്കുകയാണ്. ഈടുറ്റ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥം വായിക്കുമ്പോൾ പരിശുദ്ധരാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഗ്രന്ഥകാരനേക്കാൾ നല്ല രീതിയിൽ ഈ വായനക്കാരൻ മാറും. എന്താണ് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രദ്ധയോടെ കണ്ട് നോക്കി സൂക്ഷ്മതയോടെ കുറിച്ചെടുക്കുക. അതിന് നല്ല ഫലങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഈ ഗ്രന്ഥകാരനേക്കാൾ നല്ലൊരു ഗ്രന്ഥകാരനായിട്ട് വായനക്കാരൻ മാറുകയും ആ ഗ്രന്ഥത്തെ പുനർവ്യാഖ്യാനം നടത്തി ഒരു പുത്തൻ പുസ്തകമാക്കി മറ്റെടുക്കുകയും കൂടിയാണ്. അതാണ് നല്ല ഫിലോസോഫിക്കലായിട്ടുള്ള അർത്ഥസമ്പുഷ്ടമായ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം. ആ പുസ്തകത്തെ
മാറ്റിയെഴുതുകയാണ്. വലിയ ഗ്രന്ഥകാരന്മാരാണ് ഗാന്ധിജിയുടെ മക്കളുടെ മക്കൾ, വലിയ ഗ്രന്ഥകാരന്മാരാണ്. രാജ്മോഹൻ ഗാന്ധിയും ഗോപാലകൃഷ്ണ ഗാന്ധിയും അവരുടെ മക്കളുമെല്ലാം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷയും അവരുടെ ലോക്കൽ ഭാഷയും ഒക്കെ ഉപയോഗിക്കുന്ന ഗ്രന്ഥകർത്താക്കളാണ്. രാജ്മോഹൻ ഗാന്ധിയുടെ ഒരു പുസ്തകമാണ് മോഡേൺ സൗത്ത് ഇന്ത്യ. ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് മോഡേൺ സൗത്ത് ഇന്ത്യ. നമുക്ക് വിസ്മയം തോന്നും സൗത്ത് ഇന്ത്യയെ കുറിച്ച് ഇത്ര സൂക്ഷ്മതയോടുകൂടി പറയേണ്ട എല്ലാ കാര്യങ്ങളും, സാംസ്കാരികമായിട്ടുള്ളത്, മതപരമായിട്ടുള്ളത്, പൊളിറ്റിക്കലായിട്ടുള്ളത് എല്ലാം ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം, ഇഫ് ദ വീവിംഗ് ഓഫ് ദിസ് ക്ലോത്ത്, പുസ്തകമാകുന്ന ഈ തുണി അത് തുന്നി എടുക്കുന്നതിൽ, ഇഫ് ദ വീവിംഗ് ഓഫ് ദിസ് ക്ലോത്ത് ഈസ് മൈൻ, അത് ഞാനാണ് ചെയ്തതെങ്കിൽ, മോസ്റ്റ് ഓഫ് ദ ത്രെഡ്സ് that constitute it were yours. ഞാനാണ് പുസ്തകമാകുന്ന ഈ തുണി തുന്നിയെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കിയെങ്കിലും അതിൻ്റെ നൂലുകളെല്ലാം നിങ്ങളാണ്. സൗത്ത് ഇന്ത്യയിൽ ജീവിച്ച് പ്രവർത്തിച്ച് മൂല്യങ്ങൾ കൊടുത്ത് ഈ രാജ്യത്തെ വളർത്തിയ നിങ്ങളുടെ ചരിത്രമാണ് ഞാൻ സൗത്ത് ഇന്ത്യയുടെ ചരിത്രമായി എഴുതിയിരിക്കുന്നത്. എത്ര അർത്ഥവത്തായ രീതിയിലാണ് അദ്ദേഹം അതിനെ കണ്ടത്. ഈ തുണി, ഈ പുസ്തകം ഞാൻ എഴുതിയെടുത്തതാണ്, അല്ല ഞാൻ എഴുതിയതാണ്. പക്ഷേ അതിൻ്റെ ഓരോ നൂലും, എല്ലാ നൂലുകളും നിങ്ങളുടേതാണ്, നിങ്ങളിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അതാണ് ഒരു പുസ്തക രചനയിൽ ചരിത്രത്തോടും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളോടുമൊക്കെ നമ്മൾ പുലർത്തേണ്ട ആത്യന്തികമായ സമീപനം. അദ്ദേഹം വളരെ അവസാനതയോടുകൂടി എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണ് വൈ ഗാന്ധി സ്റ്റിൽ മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഗാന്ധിജിയെ കുറിച്ച് ഇപ്പോഴും ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ പറയേണ്ടത്? വൈ ഗാന്ധി സ്റ്റിൽ മാറ്റേഴ്സ്. രാജ്മോഹൻ ഗാന്ധി appraises Gandhiji and his legacy by examining some of his most famous ideas, beliefs, actions, success and failures. He analyzes Gandhiji's commitment to democracy, secularism, pluralism, equality, non-violence, his gift to the world of Satyagraha, the key strategies in his fight for India's freedom, his opposition to caste discrimination, and his equating with Churchill, Jinnah, Ambedkar, and his failings as a human being, as a family man. എല്ലാ കാര്യവും അതിനകത്ത് പറഞ്ഞു. ഈശോയുടെ വംശാവലി പറഞ്ഞതുപോലെയാണ്. ലോകത്തിലുള്ള എല്ലാ ചേട്ടന്മാരെയും ചേച്ചിമാരെയും നന്നായിട്ട് ജീവിച്ചവരെയും വഴിതെറ്റിപ്പോയവരെയും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചവരെയും ദേശീയാവൃത്തിയിലേക്ക് പോയവരെയും എല്ലാം കെട്ടി ആണ് മറിയത്തിൽ നിന്ന് ഈശോ പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്കെല്ലാം ആ ഒരു ഓണമുണ്ടെന്നാണ്. നമ്മളാണെങ്കിൽ കുടുംബ ചരിത്രം എഴുതുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മോശക്കാരുണ്ടെന്ന് ആരെങ്കിലും എഴുതിയില്ല. മോശക്കാരില്ല, അതാ അവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല. മോശക്കാരായിട്ട് ആരുമില്ല നമ്മുടെ വീട്ടിലുള്ള ആരുമില്ല. എല്ലാവരും വെല്ലുവിളികളാണ്. ഗാന്ധിയുടെ മകന്റെ മുന്നിൽ നോക്കി എഴുതിയെന്ന ഐ വാണ്ട് ടു റൈറ്റ് അബൌട്ട് ഹിസ് ഫെയിലിംഗ്സ് ആസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ആസ് എ ഹസ്ബൻഡ്. അതാണ് സത്യസന്ധമായ ചരിത്രം
നമ്മൾ എഴുതുമ്പോൾ, പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വൈ ഗാന്ധി സ്റ്റിൽ മാറ്റേഴ്സ്. അവിടെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവകരമായിട്ട് പറയാനുണ്ട് എന്നതാണ് കാരണം. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തരക്കേടില്ലാത്ത ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. ക്യൂരിയോസിറ്റി കുട്ടികളിൽ ജനിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മളൊരു ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ, പറയുമ്പോൾ അതിൽ കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ മാക്സിമ അഡ്വാൻസ്ഡ് ഡിജിറ്റൽ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുമ്പോഴും പറ്റാതെ പോകുന്നു. കുട്ടികളിൽ റിഫ്ലക്ഷൻസ് വേണ്ട രീതിയിൽ കിട്ടുന്നില്ല. ക്വസ്റ്റ്യനിങ് ആസ്പെക്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുട്ടികളെ ചിന്തിക്കാൻ പഠിപ്പിക്കുക, അവരെ കൊണ്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിപ്പിക്കുക, അവരിലൊരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി ഇന്ന ടീച്ചർ, ഇന്ന സാറ്, ഇന്ന വിഷയം ഞങ്ങളെ പഠിപ്പിച്ചു, അതാണല്ലോ ഒരു അഭിമാനകരമായ നിലപാട്. നിങ്ങൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കാര്യത്തിൽ തരക്കേടില്ലാത്ത രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. എങ്കിലും ഇനിയും നമ്മൾ വളരേണ്ട മേഖലകളാണ്. ക്യൂരിയോസിറ്റിയും കുട്ടികൾക്ക് അവർക്കൊരു ഫ്രീഡം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുകയുള്ളൂ, ചോദ്യങ്ങൾ ഉന്നയിക്കുകയുള്ളൂ, അതിൻ്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസത്തിൽ ഒരു പാഷനാണ്, ഒരു വികാരമാണ്. പഠിപ്പിക്കാൻ, സ്കൂളിൽ പോകാൻ, കുട്ടികളെ കാണാൻ, അവരെ വളർത്താൻ. അവർ ഹീറോസ് ആർ അവർ ടീച്ചേഴ്സ്. ജനങ്ങൾ അങ്ങനെ കാണണം, ഈ സമൂഹത്തിൻ്റെ ഹീറോസ് നമ്മുടെ ടീച്ചേഴ്സാണ് എന്ന്. അവർ സിറ്റഡൻസ് ആർ അവർ സ്കൂൾസ്. ഞങ്ങളുടെ സാംസ്കാരിക കേന്ദ്രം, പട്ടണം, ഞങ്ങളുടെ ഈ പള്ളിക്കൂടമാണ് എന്ന് പറയാൻ സാധിക്കണം. ടീച്ചേഴ്സ് ഓപ്പൺ അവർ ഐസ് ടു ദ വേൾഡ്. ഈ ലോകത്തെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, കുട്ടികൾക്ക് ഉത്തേജനം കൊടുക്കുന്നത് സർക്കാരാണ്. ദേ കണക്ട് us to past and future. കഴിഞ്ഞ കാലം എന്തായിരുന്നുവെന്നും വരാനിരിക്കുന്ന കാലം എന്താണെന്നും കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ടീച്ചേഴ്സാണ്. കോൺവെർസേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, തലമുറകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ്. ടീച്ചേഴ്സ് ആർ ഗാർഡിയൻസ് ഓഫ് അവർ സോഷ്യൽ ഹെറിറ്റേജ്. നമ്മളുടെ സാംസ്കാരിക സാമൂഹിക ഹെറിറ്റേജിൻ്റെ ഗാർഡിയൻസാണ് നമ്മൾ. ഇൻഫ്ലുവൻസ് ഓഫ് ടീച്ചേഴ്സ് സ്റ്റേ വിതിൻ അസ്. നമ്മൾ വലിയ നടീനടന്മാരെ, കലാകാരന്മാരെ ഒക്കെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു. 10 മിനിറ്റ് അവർ പറഞ്ഞവരെ കണ്ടുവർ പോയി, മനസ്സിൽ നിന്നും പോയി. ടീച്ചേഴ്സ് സ്റ്റേ വിതിൻ അസ് ആൻഡ് വിത്ത് അസ്. കുട്ടികളോട് കൂടെ, കുട്ടികൾക്കുള്ളിൽ ജീവിക്കുന്നവരും അവരെ ഇൻഫ്ലുവൻഷ്യലാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നവരും സാർമാരാണ്. ടീച്ചേഴ്സ് മോൾഡ് ആൻഡ് ഷേപ്പ് ദ സ്റ്റുഡൻസ്. ടു ഡിഫെൻഡ് അവർ ഐഡൻറ്റിറ്റി വി നീഡ് ടീച്ചേഴ്സ്. നമ്മൾ നേഷൻ ബിൽഡേഴ്സാണ്. അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷകരാണ്. മൈനോറിറ്റി റൈറ്റ്സിൻ്റെ അപ്പോസൽസായിരിക്കണം നമ്മൾ. ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലപ്പോഴും നിസ്സാരവൽക്കരിക്കപ്പെടുകയും തള്ളിക്കളയുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വ്യാപക സംഗമം എന്ന റിവറിൽ നമ്മൾ അരിക്കുമ്പോൾ നമുക്ക് അത് മൂല്യങ്ങളുടെ വലിയൊരു ഒഴുക്കാണെന്നും ആ മൂല്യങ്ങൾ വഴി നമ്മൾ ഈ സമൂഹത്തെയും
നമ്മുടെ സമുദായങ്ങളെയും നമ്മുടെ വിശ്വാസത്തെയും എല്ലാം ബിൽഡപ്പ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമ്മൾ ഇതിൽ കളയുന്നു. True education is a ministry, not an industry. ഇതൊരു വലിയ ശുശ്രൂഷയാണ്. നിങ്ങളിൽ തന്നെ അനുദിന ശമ്പളം അല്ലെങ്കിൽ മാസ ശമ്പളം കിട്ടാതെ എത്രയോ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയോ പേര് പല കാരണങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇറങ്ങാനൊരു ശ്രമമില്ലായിരുന്നു. അത് ഇതൊരു മിനിസ്ട്രിയാണെന്ന് നിങ്ങൾ കൂടി അറിയാവുന്നതുകൊണ്ടാണ് വളരെയേറെ ക്ലേശങ്ങൾ ശ്രമിച്ച് സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് സാധാരണ നല്ല ശമ്പളം അപ്പോയിൻമെൻ്റ് കൃത്യമാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ സമൂഹത്തോട് ഈ സമുദായത്തോടും ഒക്കെയുള്ള വലിയൊരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ്. കുട്ടികളുടെ മനസ്സിൽ അഗ്നിയായിട്ട് ഇന്ധനമായിട്ട് നിൽക്കേണ്ടവരാണ് നിങ്ങൾ. ആ അഗ്നി ജ്വലിക്കണം, ജ്വലനം. നിങ്ങൾ ഉറങ്ങി തൂങ്ങി ക്ലാസ്സിലേക്ക് കയറി വന്നാൽ നിങ്ങൾ കാണുന്നത് 10 മിനിറ്റ് കൊണ്ട് ഈ ടീച്ചർ വന്നല്ലോ, ഇപ്പോൾ ഉറങ്ങിയേക്കാം എന്ന മട്ടിൽ കുട്ടികൾ വരും. അവിടെ ജ്വലനം ഇല്ലാത്തതുകൊണ്ട് അവർ ഒന്നും സ്പർശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ വലിയ ദൈവാനുഗ്രഹപ്രദമായ ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആത്യന്തികമായിട്ട് ഇവിടേക്ക് ഒരുപാട് സാർമാർ നമ്മളുടെ സ്വറപ്രഭാത കത്തോലിക്കരാണ്. എല്ലാത്തിനും കുറച്ച് പേരൊക്കെയുണ്ട്. നമ്മളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും നമ്മളുടെ കുടുംബ മൂല്യങ്ങൾ പരിരക്ഷിക്കാനും അതുവഴി സഭയെയും വിശാല സമൂഹത്തെയും വളർത്താനുമുള്ള പരിശ്രമമാണ് നമ്മളുടെ വിദ്യാഭ്യാസം. ഇത്രയും ക്ലേശങ്ങൾ സഹിച്ച് നമ്മുടെ ഈ പള്ളിക്കൂടങ്ങളും ഈ കോളേജുകളും എല്ലാം പണിതെടുക്കുന്നതുകൊണ്ടാണ്. ഇതുമാത്രം പ്രയാസങ്ങൾക്ക് ഇത് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ 2000-ഓളം അധ്യാപകരും 500-ലധികം നോൺ ടീച്ചിങ് സ്റ്റാഫുകളും ഈ പള്ളിക്കൂടങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ മനസാക്ഷി നമ്മളെ നിർബന്ധിക്കുന്നതുകൊണ്ടാണ്. പിന്നീടുള്ള ശാസ്ത്രീയ മേഖലയിൽ നഴ്സിംഗ് കോളേജ്, 3000-ഓളം സ്റ്റുഡൻസ് ഉള്ള എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിസിറ്റി, സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം ശാസ്ത്രീയ മേഖലയിലും നമ്മൾ നടന്നു. എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നു, അധ്യാപകർ പഠിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാം ലക്ഷ്യം നമ്മളുടെ ഈ സമുദായത്തെ, സമൂഹത്തെ വളർത്തി വലുതാക്കുക എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന് വിദ്യാലയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഭാസ്കരൻ സാറില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ അല്പം കൂടുതൽ സമയം എടുത്തത്. സാറിനെ ഉദ്ദേശിച്ച സമയം നമ്മൾ ഒട്ടനവധി പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട പ്രയാസങ്ങളേറെയുണ്ട്. നല്ലൊരു കാര്യം കിടക്കുന്നത് സ്കൂളുകളിൽ കർഷക ക്ലബ്ബുകൾ നിങ്ങൾ കുറേയേറെ രൂപീകരിച്ചു. ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഞാൻ ഇതൊരു ന്യൂസ് കാണാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ നമ്മുടെ 2 പള്ളിക്കൂടങ്ങളുടെ കാര്യം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഞ്ഞാമറ്റം പറഞ്ഞാൽ ക്ലാസ്സിലാണ് സ്കൂളിലാണെന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യം ഞാൻ ഓർക്കുന്നില്ല. അവിടെ കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കൃഷി നടത്തി അതിൻ്റെ ഉൽപ്പന്നങ്ങളെടുത്ത് അത് പാചകം നടത്തി അവർ ഭക്ഷിക്കുന്ന എത്രയോ മനോഹരമായ ഒരു കാഴ്ചയാണ്. എല്ലാ സ്കൂളുകളിലും കർഷക ക്ലബ്ബുകൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് അധ്യാപകർ അതിനോട് മീഡിയയ്ക്ക് തന്നെ അത് വലിയ താല്പര്യമായവരാണല്ലോ അവർ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. EWS കാറ്റഗറി, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, നമ്മൾ 3 ഏക്കറിൽ താഴെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സ്വന്തക്കാരാണ്. ഈ രൂപയുടെ മക്കളാണ്. നമ്മളുടെ സ്വറപ്രഭാതക്കാരും ഐക്യവസുകാരിലെ ആളുകളും 3 ഏക്കർ സ്ഥലത്തിൽ താഴെയുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്.
കുട്ടികളെ വളർത്താൻ, മെഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനൊക്കെ. അപ്പോൾ നമുക്ക് സർക്കാരിൻ്റെ ശമ്പളം കിട്ടുന്നവർ ആ ഒരു ഉന്നം കൊടുക്കുന്ന മനസ്സിൽ വേണം. സാമൂഹ്യ വിഷയങ്ങൾ ഒരുപാടുണ്ട്. മുല്ലപ്പെരിയാർ കൊണ്ടാൻ പോകാമെന്ന് പറയുന്ന വലിയ കൊട്ടിഘോഷമുണ്ട്. കുട്ടിയാൽ എളുപ്പമായ കാര്യമെല്ലാം തീർന്നു. മുല്ലപ്പെരിയാർ ഇത് വലിയ വിഷയമാണ്. എല്ലാവരും ചുമതല ഏൽപ്പിക്കുന്ന സെനറ്റ്. ഞാനൊരു IAS ഉദ്യോഗസ്ഥന്മാർ, MLA മാർ, MPമാർ, ആ നിലവാരത്തിലുള്ള ആളുകളുമായിട്ട് കുറേയേറെ ചർച്ചകൾ നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച സെനറ്റിൽ ഞാൻ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചോദിക്കും എന്താ റിപ്പോർട്ടിൻ്റെ ഫലം? ഫോട്ടോ കൊടുക്കുകയാണ്. ചിലപ്പോൾ നമ്മളോട് പറഞ്ഞാൽ പിന്നെ ആ വാർത്ത വരുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഇല്ലാണ്ട് പോകും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ പ്രത്യേകത തമിഴ്നാടുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യമാണ്. അതിനേക്കാൾ നമ്മളെ സംബന്ധിച്ച് ജീവൻ്റെ വിഷയമാണ്. തമിഴ്നാടിനെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ വിഷയമാണ്. അത് വെള്ളമില്ലാണ്ട് വന്നാൽ അത് മരുഭൂമിയായിട്ട് പോകും. ഡാം പൊട്ടിയാൽ നമ്മളുടെ ഒരുപാട് ജില്ലകൾ പോകും. അതൊരു വൈറ്റിലായിട്ടുള്ളൊരു വിഷയമാണ്. അതുപോലെ മുനമ്പം വിഷയം, വിഴിഞ്ഞം വിഷയം, വന്യമൃഗശല്യങ്ങൾ, എക്കോ ക്രൈസിസ്, ഭൂമി നഷ്ടപ്പെടുന്നു, പാറമടകൾ വർദ്ധിക്കുന്നു, ഭൂമിയെ നമ്മൾ കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ടാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസ് സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം സ്ഥാപിക്കണമെന്നും കാർബൺ ന്യൂട്രൽ സംവിധാനത്തിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ എത്തണമെന്നും ഒക്കെ പറയുന്നത്. അതിന് മുമ്പ് നിങ്ങളോട് ആ വിഷയങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുള്ളതാണ്. വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഡിജിറ്റൽ വേൾഡ് നന്നായിട്ട് ഉപയോഗിക്കണം. കുട്ടികൾക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്മാർട്ട് റൂംസിലും തുടങ്ങിയ അവസരങ്ങളിലൊക്കെ നല്ലപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിചരണം അതിന് വേണം. സ്കൂളിലെ ഹെഡ്മാസ്റ്റർ പ്രിൻസിപ്പൽ ബന്ധം കൊണ്ട് വേണം കുറച്ചുകൂടെ കൂടാം. അതെനിക്ക് പറയാം. അത്യാവശ്യമൊക്കെയുണ്ട്. എങ്കിലും നമുക്ക് ചില ഭിത്തികൾ തട്ടിക്കളയാനുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിൻസിപ്പലും ഹെഡ്മാസ്റ്ററും സാർമാരുമായിട്ടുണ്ട്. ഇവർ 3 കൂട്ടരും നോൺ ടീച്ചിങ് സ്റ്റാഫുമായിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും പുനഃപരിശോധനകൾ നടത്താനും ധാരാളം മേഖലകളുണ്ട്. നമ്മൾ കൂടുതൽ വളരാൻ പരിസ്ഥിതിരാവ് എപ്പോഴും നമ്മളോട് ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു ഹോംലിനെസ്സാണ്. ഒരു വീട്ടിലെ അംഗങ്ങളെ പോലെ പെരുമാറുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ ഞാനതിലേക്ക് കിടക്കുന്നില്ല. അത് നമ്മൾ പഠിക്കുകയും വിവരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴെല്ലാം അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായിട്ട് പലതവണ അവിടെ പോയി കണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പൂർണ്ണമായിട്ട് പ്രതിസന്ധികൾ മാറിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് മാറ്റപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏതായാലും നമ്മളതിനകത്ത് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കും ബഹുമാനപ്പെട്ട ഇന്ത്യകാലാലോചനക്കാർക്ക് വളരെയേറെ നല്ല സമീപനങ്ങൾ എടുക്കുന്നുണ്ട്. ഓരോ അധ്യാപകനെയും അദ്ദേഹം കരുതലോടുകൂടി വീക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ കോർപ്പറേറ്റിൻ്റെ ഒരു സാങ്ക്ടിറ്റി, ഒരു ഹോംലിനെസ്, അതിൻ്റെ ഒരു പ്രോഗ്രസ്, ഐഡൻറ്റിറ്റിയൊക്കെ കാത്തുസൂക്ഷിക്കാനായിട്ട് അച്ഛൻ വളരെയധികം അധ്വാനിക്കുന്നുണ്ട്. നിങ്ങളെ ചേർന്ന് നിർത്തുന്നുണ്ട്. നല്ലൊരു ഓഫീസ് സംവിധാനമുണ്ട്. ആ ഒരു കാര്യത്തിൽ അച്ഛനെ എല്ലാ കോർപ്പറേറ്റ് സെക്രട്ടറിമാരും പ്രധാന സെക്രട്ടറിയൊക്കെ വളരെയേറെ അധ്വാനിച്ച ആളാണ്. അവരെല്ലാം ഞാൻ ഓർക്കുന്നു. നമ്മുടെ പ്രബോധനങ്ങളിൽ കൂടുതലായിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ, ഒപ്പം ഡെമോക്രസി, സെക്യുലറിസം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ മൈനോറിറ്റി റൈറ്റ്സ് തുടങ്ങിയ കുറേയേറെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിൽ നിന്നെല്ലാം നമ്മൾ തിരുത്തലുകൾ കൊടുക്കേണ്ട സ്ഥലത്ത് ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. അതിൽ എടുത്തു പറയാനോ കൂട്ടിച്ചേർക്കാനോ വളരെയേറെ പ്രാർത്ഥനാപൂർവമായ
സമീപനം വഴി അല്ലാതെ ആരും അതിനു വേണ്ടി തുനിയരുത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയും നിങ്ങളുടെ ഭാഗത്തിലുള്ള അറിവും ഈ പൊതു വിഷയങ്ങളിലും കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയൊരു സമ്മേളനമാണിത്. എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോർപ്പറേറ്റ് വലിയൊരു ശക്തിയാണ്. ജോൺ പോൾ മാർപ്പാപ്പ പരിശുദ്ധാവ് എപ്പോഴും ആവശ്യമായിരുന്നു, അധ്യാപകരാണ് ഏറ്റവും നല്ല വെപ്പൺ. ഏറ്റവും നല്ല വെപ്പൺ. ഞാൻ പറയും, നിങ്ങളുടെ ആധ്യാത്മിക അറപ്പുരയാണ്. ആധ്യാത്മിക അറപ്പുരയായിരിക്കണം. അപ്പോഴാണ് നമുക്ക് എല്ലാ വിഷയങ്ങളെയും വേണ്ട രീതിയിൽ കാണാനും നല്ല ഉത്തരങ്ങൾ കൊടുക്കാനും സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷപ്രദമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ വിഷയമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പുള്ളികാലായച്ഛനെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടിയാണ് സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മുടെ ഈ നാട്ടിനും ജൂബിലി വർഷത്തിൽ രൂപതയുടെ ഈ സമ്മേളനം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്ത് പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ വാക്കുകളിലൂടെ ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു.